PSLV C-58 എക്സ്പോസാറ്റ് മിഷൻ ISRO വിക്ഷേപിക്കുന്നത് 2024 ജനുവരി 1 ഓർത്തിരിക്കുക. 2024 ജനുവരി 1 PSLV C-58 എക്സ്പോസാറ്റ് മിഷൻ ISRO വിക്ഷേപിക്കുന്നത്. ഇത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിക്കുന്നത്. ഈ മിഷൻ്റെ ഭാഗമായി എക്സ്പോസാറ്റ് എന്ന സാറ്റലൈറ്റിനെ ഒരു ഈസ്റ്റ് വേർഡ് ലോ ഇൻക്ലിനേഷൻ ഓർബിറ്റിലേക്ക് എത്തിക്കുന്നു. ഈ മിഷൻ്റെ ഭാഗമായി എക്സ്പോസാറ്റ് എന്ന സാറ്റലൈറ്റിനെ ഒരു ഈസ്റ്റ് വേർഡ് ലോ ഇൻക്ലിനേഷൻ ഓർബിറ്റിലേക്ക് എത്തിക്കുന്നു. എന്താണ് ഈസ്റ്റ് വേർഡ് ലോ ഇൻക്ലിനേഷൻ ഓർബിറ്റ്? ഓർബിറ്റുകളെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കാണുക. ഓക്കെ, ഈസ്റ്റ് വേർഡ് ലോ ഇൻക്ലിനേഷൻ ഓർബിറ്റ് എന്നത് ഒരു ലോ എർത്ത് ഓർബിറ്റ് ആണ്. എന്താണ് ലോ എർത്ത് ഓർബിറ്റ്? ഏകദേശം 160 മുതൽ 1000 കിലോമീറ്റർ വരെയുള്ള ഓർബിറ്റുകളെല്ലാം നമ്മൾ ലോ എർത്ത് ഓർബിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. ആ ലോ എർത്ത് ഓർബിറ്റാണ് ഈ ഈസ്റ്റ് വേർഡ് ലോ ഇൻക്ലിനേഷൻ ഓർബിറ്റ്. ഈ ലോ എർത്ത് ഓർബിറ്റ് ഒരു ഈസ്റ്റ് വേർഡായിട്ട്, അതായത് കിഴക്ക് ദിശയിലേക്ക് ഒന്ന് ചരിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇതിനെയാണ് ഈസ്റ്റ് വേർഡ് ലോ ഇൻക്ലിനേഷൻ ഓർബിറ്റ് എന്നറിയപ്പെടുന്നത്. ഈ മിഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ നോക്കിയാൽ ഇത് PSLVയുടെ 60ാമത് ഫ്ലൈറ്റ് ആണെന്ന് കാണാം അല്ലേ. PSLV അത് പോളാസോർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെ 60ാമത് ഫ്ലൈറ്റാണ് PSLV C-58 എന്നത്. ഓക്കെ, PSLV എന്ന വാഹനം അഥവാ ലോഞ്ച് വെഹിക്കിൾ ഒരു 4 സ്റ്റേജ് പ്രൊപ്പൽഷൻ വെഹിക്കിളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഏതൊക്കെയാണ് ആ സ്റ്റേജുകൾ? ആദ്യത്തെ സ്റ്റേജ് സോളിഡ്, പിന്നെ രണ്ടാമത് ലിക്വിഡ് സ്റ്റേജ് ഉണ്ട്, പിന്നെ മൂന്നാമത് സോളിഡ് സ്റ്റേജ്, പിന്നെ നാലാമത് ലിക്വിഡ് സ്റ്റേജ് എന്നിങ്ങനെയുള്ള 4 സ്റ്റേജുകളുള്ള വെഹിക്കിളാണ് PSLV. അതിൽ 4th സ്റ്റേജ് മറ്റൊരു പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്, PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻ്റൽ മൊഡ്യൂൾ. ഓക്കെ, എന്നാണ് പോയം. ഈ പോയമായിട്ട് ഈ 4th സ്റ്റേജിനെ ISRO കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാ മിഷനിലും കൺവേർട്ട് ചെയ്യുന്നില്ല, ചില മിഷനുകളിൽ ഇത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണത് കൺവേർട്ട് ചെയ്യുന്നത്? സാധാരണഗതിയിൽ ഇപ്പോൾ എക്സ്പോസാറ്റ് നോക്കിയാൽ എക്സ്പോസാറ്റ് എന്ന സാറ്റലൈറ്റിനെ 650 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ ഇത് പ്ലേസ് ചെയ്തതിന് ശേഷം സാധാരണഗതിയിൽ ആ ബഹിരാകാശത്ത് തന്നെ ഈ പറയുന്ന 4th സ്റ്റേജിൻ്റെ ഭാഗവും അവിടെ തന്നെ കറങ്ങുകയാണ് പതിവ്. അതൊരു സ്പേസ് ഡിബ്രീസ് ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കും. എന്നാൽ പോയമായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു നിശ്ചിത ഭ്രമണപഥത്തിലേക്ക് അതിനെ എത്തിക്കുന്നു. എബൌട്ട് ഏകദേശം 350 കിലോമീറ്റർ, ഇപ്പോൾ പോയം 3നെ 350 കിലോമീറ്റർ അകലെയുള്ളൊരു ഭ്രമണപഥത്തിലേക്ക് തിരിച്ചെത്തിച്ചു. അതിനുശേഷം ആ ഒരു ഓർബിറ്റൽ പ്ലാറ്റ്ഫോമായിട്ടത് വർദ്ധിക്കുന്നു. എങ്ങനെയാണ് ഓർബിറ്റൽ പ്ലാറ്റ്ഫോമായിട്ട് വർദ്ധിക്കുന്നത്? ഇതൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേലോഡുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് പേലോഡുകൾ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ പേലോഡുകൾക്ക് ആവശ്യമായിട്ടുള്ള നാവിഗേഷൻ, അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ മറ്റു ഇന്ധനം എന്നിങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ആര് കൊടുക്കും? ഈ പറയുന്ന പോയം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജ് 4th സ്റ്റേജിൽ പ്രൊവൈഡ് ചെയ്യും. ആ 4th സ്റ്റേജിൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് ആ എക്സ്പെരിമെൻറ്റുകൾക്ക് ശേഷം ഈ 4th സ്റ്റേജിനെ നമ്മൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുന്നു. അപ്പോൾ സ്പേസ് ഡിബ്രീസ് എന്നുള്ളൊരു അവസ്ഥയെ അവിടെ ഇല്ല. ഓക്കെ, ഇതാണ് ISROയുടെ പോയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇനി ഈ പോയം 3ൽ ഘടിപ്പിച്ചിട്ടുള്ള പെലോഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 10 പെലോഡുകൾ നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ 10 പെലോഡുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വുമൺ എൻജിനീയർഡ് സാറ്റലൈറ്റ് ആണ്, അഥവാ VSAT ആണ്. എന്താണ് വുമൺ എൻജിനീയർഡ് സാറ്റലൈറ്റ് അഥവാ VSAT എന്ന സാറ്റലൈറ്റ് ആണ് ഈ 10 പെലോഡുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ. LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ തിരുവനന്തപുരത്തെ പൂജപ്പുരയിലുള്ള LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമണിൽ നിർമ്മിച്ചിട്ടുള്ള വനിതകൾ നിർമ്മിച്ചിട്ടുള്ള വുമൺ എൻജിനീയർഡ് സാറ്റലൈറ്റ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താണ് എക്സ്പോസാറ്റ് എന്ന് തന്നെ നോക്കാം. എന്താണ് എക്സ്പോസാറ്റ്? എക്സ്പോസാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് സാറ്റലൈറ്റ് ഫ്രം ISRO ടു ക്യാരി ഔട്ട് റിസർച്ച് ആൻഡ് മെഷർ എക്സ്റേ എമിഷൻ ഫ്രം സെലസ്റ്റിയൽ സോഴ്സസ് ലൈക്ക് ബ്ലാക്ക് ഹോൾ, ന്യൂട്രോൺ സ്റ്റാർസ്. എന്താണ് പറയുന്നത്? ബ്ലാക്ക് ഹോള്, ന്യൂട്രോൺ സ്റ്റാർസുകൾ തുടങ്ങിയിട്ടുള്ള, ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ തമോഗർത്തങ്ങൾ അല്ലേ, തമോഗർത്തങ്ങളും ന്യൂട്രോൺ സ്റ്റാറുകൾ തുടങ്ങിയിട്ടുള്ളവയിൽ നിന്നുള്ള എക്സ്റേ എമിഷനെ കുറിച്ച് പഠിക്കുകയും ആ എക്സ്റേ എമിഷൻ പഠിച്ച് ആ തമോഗർത്തങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനായിട്ടാണ് വിക്ഷേപിച്ചിരിക്കുന്നത് എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മിഷൻ. ഓക്കെ, എക്സ്പോസാറ്റ് എന്ന മിഷൻ മറ്റൊരു വിധത്തിൽ ചോദിക്കാം, തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ISRO വിക്ഷേപിച്ചിരിക്കുന്ന ഒരു ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയാം? എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മിഷൻ പറയാം. എക്സ്റേ എമിഷനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട്, എക്സ്റേ എമിഷനെ കുറിച്ചിട്ടും തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കുന്നതായിട്ടുള്ള ആദ്യത്തെ ഉപഗ്രഹമാണ് ഏത്? എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്പോസാറ്റ്
പ്രധാനമായും എക്സ്റേ പോളറൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ് നടത്തുന്നത്. എന്താണ് എക്സ്റേ പോളറൈസേഷൻ എന്നത് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് ഈ പറയുന്ന തരത്തിലുള്ള സാറ്റലൈറ്റ് ലോകത്തിൽ തന്നെ ഇന്ത്യ രണ്ടാമതായാണ് വിക്ഷേപിച്ചത്. ഏറ്റവും ആദ്യം ഇത് വിക്ഷേപിച്ചത് നാസയാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്റേ പോളറിമെട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറ്റലൈറ്റ് നാസ 2021 വിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് IXPE. ഓക്കെ, ഇമേജ് എക്സ്റേ പോളറിമെട്രി എക്സ്പ്ലോറർ. അതിനുശേഷം വിക്ഷേപിക്കുന്നത് ഇന്ത്യയാണ്. രണ്ടാമത് രാജ്യമാണ് ഇത്തരത്തിലുള്ള ഒരു മിഷൻ വിക്ഷേപിക്കുന്ന രണ്ടാമത് രാജ്യമാണ് ഇന്ത്യ എന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഈ മിഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പോളറൈസേഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്താണ് പോളറൈസേഷൻ എന്നതും നോക്കാം. അതുകൂടാതെ തന്നെ എന്താണ് എക്സ്റേ എന്നതും കൂടി നോക്കണം അല്ലേ. നിങ്ങൾക്കെല്ലാവർക്കും ചിലപ്പോൾ അറിയായിരിക്കാം, എക്സ്റേ എന്നതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ് അല്ലേ. നമ്മളുടെ സൂര്യപ്രകാശത്തിൽ ഒരുപാട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുണ്ട്. ഏതൊക്കെയാണ്? റേഡിയോ വേവ്സ് ഉണ്ട്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്, എക്സ്റേ ഉണ്ട്, ഗാമാ റേ ഉണ്ട്, തുടങ്ങിയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുണ്ട് അല്ലേ. ഇത്തരം ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളിൽ അതിനെ ഒരു ചിട്ടയായിട്ട് അതിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ വേവ് ലെങ്ത് എന്താണെന്ന് നോക്കിയോ? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ. ഈ വേവ് രൂപത്തിലാണ്, അതായത് ഒരു തരംഗ രൂപത്തിലാണ് ഈ പറയുന്ന എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളും സഞ്ചരിക്കുന്നത്. ഈ തരംഗ രൂപത്തിൽ ഇങ്ങനെ വേവ് പോലെ സഞ്ചരിക്കുമ്പോൾ ഇതിൽ ഈ സ്ട്രക്ചർ കണ്ടോ? ഈ ചിത്രം ശ്രദ്ധിച്ചാൽ ഇതിൽ പീക്ക് ഉണ്ട്, ടർഫ് ഉണ്ട് അല്ലേ. ടർഫ്, പീക്ക് ഉണ്ട്. ഇതിനെ ഉന്നതി എന്നും ഇത് നിമ്നത എന്നൊക്കെ പറയും മലയാളത്തിൽ. അപ്പോൾ ഈ ഉന്നതിയും ഈ രണ്ട് ഉന്നതികൾ തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് നിമ്നതകൾ തമ്മിലുള്ള അകലത്തിനെ നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയും. ഓക്കെ, ഇതിനെ നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയും. ഈ വേവ് ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിലേറ്റവും വേവ് ലെങ്ത് കൂടിയത് റേഡിയോ വേവാണ്. ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞത് ഗാമാ റേ ആണ്. ഓക്കെ, ഇതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഏറ്റക്കുറിച്ചുള്ളതനുസരിച്ചുകൊണ്ട് ഇതിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഓർഡർ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. മത്സര പരീക്ഷകളിൽ ഈ ഓർഡർ ചോദിക്കാം. ആദ്യം റേഡിയോ, പിന്നീട് മൈക്രോവേവ്, പിന്നെ ഇൻഫ്രാറെഡ്, പിന്നെ പിന്നീട് വിസിബിൾ ലൈറ്റ്, പിന്നീട് അൾട്രാ വയലറ്റ്, പിന്നീട് എക്സ്റേ, അതിനുശേഷം ഗാമാ റേ. ഇതിലേറ്റവും വേവ് ലെങ്ത് കുറഞ്ഞത് ഗാമാ റേയ്ക്കും ഏറ്റവും വേവ് ലെങ്ത് കൂടിയത് റേഡിയോയ്ക്കുമാണ്. ഓക്കെ, റേഡിയോ വേവിനുമാണ്. ഇതാണ് എക്സ്റേ. ഈ എക്സ്റേയുടെ പോളറൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ. പോളറൈസേഷൻ എന്നത് എന്താണെന്ന് കൂടി നോക്കാം. എന്താണ് പോളറൈസേഷൻ? ഈ പോളറൈസേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ദൃശ്യപ്രകാശം, ഓക്കെ, ഒരു ലൈറ്റ്, ഈ ലൈറ്റ് എടുത്താൽ ഈ ലൈറ്റിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന രീതിയിലാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ എന്ന രൂപത്തിലാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. ഈ ട്രാവൽ ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് രൂപത്തിൽ, അതായത് വേവ് ലൈക്കിലാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. ഈ വേവ് ലൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് 360 ഡിഗ്രി എല്ലാ വശങ്ങളിലേക്കും ഈ വേവുകൾ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, ഇതെല്ലാ വശങ്ങളിലേക്കും പോകുന്നുണ്ട് അല്ലേ. ഈ എല്ലാ വശങ്ങളിലേക്കും പോകുന്ന വേവ് പോളറൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഒരു വശത്തേക്കും, ഏകദേശം ഈ ഒരു വശം രണ്ട് വശത്തേക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈനിൽ പോവുള്ളൂ. ഓക്കെ, ഇത്തരം സ്ട്രൈറ്റ്, ഈ രണ്ട് ആംഗിൾ മാത്രം, ഈ ഒരു നേർദിശയിലുള്ള ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരേ ദിശയിൽ മാത്രം പോകുന്ന തരത്തിലേക്ക് മാറും. ഇങ്ങനെ എല്ലാ ദിശകളിലേക്കും പോകുന്നത് ഇങ്ങനെയുള്ള ഒരു നേർരേഖയിലുള്ള ഒരു ദിശയിലേക്ക് മാത്രമായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്റേയിലും അതേ അവസ്ഥ തന്നെയാണ്. ഓക്കെ, ഇത് ലൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സ്റേയുടെ കാര്യത്തിലാണെങ്കിലും ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഈ സംഭവം പോളറൈസ്ഡ് ആകുന്നത്? ഈ പറയുന്ന എക്സ്റേ എന്തുകൊണ്ടാണ് പോളറൈസ്, അല്ലെങ്കിൽ ലൈറ്റ് എന്തുകൊണ്ടാണ് പോളറൈസ്ഡ് ആകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൃത്രിമമായിട്ട് പോളാരിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് പോളറൈസ്ഡ് ലൈറ്റ് നമുക്ക് ഉണ്ടാക്കാം. എന്നാലും ഇത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്കാറ്ററിങ്, അതുപോലുള്ള റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, അതുപോലെ അങ്ങനെയുള്ള ഫിനോമിനൻസിൽ കൂടിയിട്ടാണ്. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ വിസരണം അല്ലേ, റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലനം, അതുപോലെ റിഫ്രാക്ഷൻ, അപവർത്തനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടാണ് ഈ എക്സ്റേ പോലുള്ള
ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളെല്ലാം പോളറൈസ്ഡ് ആവുന്നത്. ഓക്കെ, ഈ പോളറൈസ്ഡ് ദീർഘദൂരമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ സെലസ്റ്റിയൽ സോഴ്സസ് എന്ന് പറഞ്ഞു, ഇത് പൾസറുകൾ, അതേപോലെ തന്നെ ന്യൂട്രോൺ സ്റ്റാറുകൾ, ബ്ലാക്ക് ഹോളുകൾ നിന്നിട്ടെല്ലാം എക്സ്റേ എമിഷൻ ചെയ്യുന്നുണ്ട്. ഈ എക്സ്റേ എമിഷൻ ചെയ്യുന്ന എക്സ്റേസ് ദീർഘദൂരം സഞ്ചരിച്ച് പോളറൈസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് ഈ പറയുന്ന എക്സ്പോസാറ്റിൻ്റെ അവിടെ എത്തുന്നത്. അപ്പോൾ എക്സ്പോസാറ്റ് എന്ത് ചെയ്യും, ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ആ പോളറൈസ് ചെയ്യുന്ന ആംഗിള്, എത്രത്തോളം ആംഗിൾ അത് പോളറൈസ്ഡ് ആയിട്ടുണ്ട്, ആ പോളറൈസ്ഡ് ആംഗിൾ വെച്ചിട്ട് ഇതിനെ ദീർഘകാലമായിട്ട് അതിനെ പഠനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഇതിൻ്റെ ആ പറയുന്ന ബ്ലാക്ക് ഹോൾ ആണെങ്കിലും അത് പുറപ്പെട്ട് വന്നിരിക്കുന്ന അതിൻ്റെ സോഴ്സിലെ പ്രധാനപ്പെട്ട എലമെൻ്റൽ കമ്പോസിഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ കാലപ്പഴക്കങ്ങൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിനായിട്ടാണ് ഇത് പ്രധാനമായിട്ടും ഈ പറയുന്ന പോളാരിമെട്രി, അത് പോളറൈസേഷൻ എന്ന ലൈറ്റ് എക്സ്റേയുടെ പോളറൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, ഇനി എക്സ്പോസാറ്റിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും 2 പെലോഡുകളാണുള്ളത്. ഒന്ന് പോളാരിമീറ്റർ ഇൻസ്ട്രുമെൻറ്റിന് എക്സ്റേസും, എക്സ്പെക്റ്റും എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് എന്നിങ്ങനെയുള്ള 2 പെലോഡുകളാണ് പ്രധാനമായിട്ടും എക്സ്പോസാറ്റിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇതിൽ പോളിക്സ് മെഷർ പോളറൈസേഷൻ എക്സ്റേസിൻ്റെ പോളറൈസേഷൻ മെഷർ ചെയ്യുന്നതിനാണ് പ്രധാനമായിട്ടും പോളിക്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പെക്റ്റ് ഉപയോഗിക്കുന്നത് അതിൻ്റെ സ്പെക്ട്രൽ ആൻഡ് ടെമ്പറൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, ഒരു ലോങ് ടേമിലുള്ള സ്പെക്ട്രൽ ആൻഡ് ടെമ്പറൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും എക്സ്പെക്റ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഈ പറയുന്ന പോളറൈസേഷൻ്റെ ആംഗിളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വിശകലനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എക്സ്പെക്റ്റാണ്. ഓക്കെ, ഇനി ഈ 2 പെലോഡുകൾ നിർമ്മിച്ചത് പ്രധാനമായിട്ടും പോളിക്സ് നിർമ്മിച്ചത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഓക്കെ, പോളിക്സ് നിർമ്മിച്ചത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും എക്സ്പെക്റ്റ് എന്ന പെലോട്ട് നിർമ്മിച്ചത് URSC, അതായത് UR റാവു സാറ്റലൈറ്റ് സെൻറ്റർ, ബാംഗ്ലൂരിലുള്ള UR റാവു സാറ്റലൈറ്റ് സെൻറ്ററിലാണ് എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പെലോട്ട് നിർമ്മിച്ചത്. അതുപോലെ തന്നെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പോളിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പെലോട്ട് നിർമ്മിച്ചത്. ഇതിൽ നമുക്ക് പൊതുവായിട്ട് എക്സ്പോസാറ്റുമായി എക്സ്പോസാറ്റിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഏതെന്ന് ചോദിച്ചാൽ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും UR റാവു സാറ്റലൈറ്റ് സെൻറ്ററും പറയാം അല്ലേ. ഇനി എക്സ്പോസാറ്റിൻ്റെ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ ജയകുമാറാണെന്ന് ഓർത്തിരിക്കുക. ഡോക്ടർ ജയകുമാറാണ് എക്സ്പോസാറ്റിൻ്റെ മിഷൻ ഡയറക്ടർ. ഈ എക്സ്പോസാറ്റിൻ്റെ പോളിക്സിന് എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോളിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പോസാറ്റിൻ്റെ, അതുപോലെ എക്സ്പോസാറ്റിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഒരു 5 വർഷമാണെന്ന് കൂടി ഓർത്തിരിക്കുക. എക്സ്പോസാറ്റ് മിഷൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 5 വർഷമാണ്. ഓക്കെ, ഇനി എക്സ്പോസാറ്റ് മിഷനുമായി ബന്ധപ്പെട്ട് നോക്കുന്നത് നമ്മൾ തമോഗർത്തങ്ങളും പൾസറുകളൊക്കെ പഠിച്ചു അല്ലേ. ഈ തമോഗർത്തങ്ങൾ പൾസറുകളെ കുറിച്ചിട്ട് ഒന്ന് ചെറിയൊരു നോട്ട് നോക്കാം. നമുക്ക് തമോഗർത്തങ്ങൾ അഥവാ പൾസറുകൾ അഥവാ ന്യൂട്രോൺ സ്റ്റാറുകൾ, വൈറ്റ് ഡോർഫുകളൊക്കെ ഉണ്ടാവുന്നത് ഒരു സ്റ്റാറിൻ്റെ പരിണാമം സംഭവിച്ചിട്ടാണ്, അതായത് നക്ഷത്രങ്ങൾക്ക് പരിണാമം സംഭവിച്ചിട്ടാണ് നമുക്കിതെല്ലാം നിർമ്മിക്കുന്നത്. ഓക്കെ, അതിലാദ്യമായിട്ട് നെബുലയാണെന്ന് കാണാം. ഈ നക്ഷത്രങ്ങളെല്ലാം ജന്മം കൊള്ളുന്നത് നെബുലയിലാണ്. അതൊരു നെബുല എന്ന് പറയുന്നത് ഒരു ക്ലൗഡാണ്. ഓക്കെ, ഈ ക്ലൗഡിലാണ് നക്ഷത്രങ്ങളെല്ലാം ജന്മം കൊള്ളുന്നത്. അതിൽ 2 തരത്തിലുള്ള നക്ഷത്രങ്ങളുണ്ട്. ഒന്ന് ഹൈ മാസ് സ്റ്റാർസ് ഉണ്ട്, ഹൈ മാസ് സ്റ്റാർസുകളുണ്ട്. അതുപോലെ തന്നെ ലോ ആൻഡ് മീഡിയം മാസ് സ്റ്റാറുകളുണ്ട്. ഈ ലോ ആൻഡ് മീഡിയം മാസ് സ്റ്റാറിൻ്റെ കാറ്റഗറിയിലാണ് നമ്മുടെ സൂര്യൻ വരുന്നത്. ഓക്കെ, ഈ ഹൈ മാസ് സ്റ്റാറുകൾ പിന്നീട് റെഡ് സൂപ്പർ ഗെയിൻ്റായിട്ട് മാറുന്നു. കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് മാറുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സൂര്യനെ പോലുള്ള മീഡിയം ആൻഡ് ലോ മാസ് സ്റ്റാറുകൾ റെഡ് ഗെയിൻ്റായിട്ട് മാറുന്നു. എന്നാൽ ഹൈ മാസ് സ്റ്റാറുകൾ റെഡ് സൂപ്പർ ഗെയിൻ്റായിട്ട് മാറുന്നു. പിന്നീട് അതിന് കാലക്രമേണ ഇത് റെഡ് ഗെയിൻഡ് വന്നിട്ട് പ്ലാനറ്ററി നെബുലയായിട്ട് മാറുന്നു. അതുപോലെ തന്നെ സൂപ്പർ ഗെയിൻഡ് എന്ത് ചെയ്യുന്നു, റെഡ് സൂപ്പർ ഗെയിൻഡ് സൂപ്പർനോവ എക്സ്പ്ലോഷന് വിധേയമാകുന്നു. സൂപ്പർനോവ ഒരു എക്സ്പ്ലോഷനാണ്. ആ എക്സ്പ്ലോഷന് വിധേയമായിട്ട് അത് ഹൈ മാസ് ആയിട്ടുള്ള സ്റ്റാറുകൾ ന്യൂട്രോൺ സ്റ്റാറുകളായിട്ടും വെരി ഹൈ മാസ് ആയിട്ടുള്ള നല്ല ഹൈ മാസ് ആയിട്ടുള്ള സ്റ്റാറുകൾ ഒരു ബ്ലാക്ക് ഹോളായിട്ടും പരിണമിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ പ്ലാനറ്ററി നെബുലയിൽ അത് മീഡിയം ആൻഡ് ലോ മാസ് സ്റ്റാറുകളൊക്കെ പ്ലാനറ്ററി നെബുല എന്ന എക്സ്പ്ലോഷനിലൂടെ തന്നെ അത് വൈറ്റ് ഡോർഫായിട്ട് മാറുന്നു. ഓക്കെ, ഒരു വെള്ളക്കുള്ളനായിട്ട് മാറുന്നു. ഓക്കെ, ഇത്രയുമാണതൊരു സ്റ്റാറിൻ്റെ എവല്യൂഷൻ. ഈ സ്റ്റാറിൻ്റെ എവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ബ്ലാക്ക് ഹോൾ ന്യൂട്രോൺ സ്റ്റാറുകളൊക്കെ വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഈ മിഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നോക്കേണ്ടത്.